ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു. ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ. ഡോക്ടർ വിഷ്ണുപ്രിയ, കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ, തിങ്കൾ മുതൽ ശനി വരെ, വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെ. ബുക്കിംഗ് നമ്പർ 8547024222. ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ, വാഴാനി റോഡ്, ഓട്ടുപാറ. മിഷൻ ഫുഡ് ഫോഡർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വിത്തൂട്ട് പദ്ധതി വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ നടത്തി. അസുരൻകുണ്ട് വനമേഖലയിൽ നടന്ന പരിപാടി ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. മൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ തന്നെ ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ അസുരൻകുണ്ട് വനമേഖലയിൽ വിത്തുപന്തുകൾ നിക്ഷേപിച്ചു. കുന്നംകുളം ബെഥനി സെന്റ് ജോൺസ് EHSSലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് വിത്തുപന്തുകൾ കാട്ടിൽ നിക്ഷേപിച്ചത്. ചേലക്കര MLA UR പ്രദീപ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള വലിയ സംഘർഷം വർദ്ധിച്ചു വരുന്നതായിട്ട് കേരളത്തിൽ എല്ലാ ദിവസവും വാർത്ത. മുൻകാലങ്ങളിൽ ചേലക്കര അതിൽ പെട്ടേരുന്നില്ല. ചേലക്കരയിൽ ആളപായം ഉണ്ടായിട്ടില്ല മാത്രമേ ഉള്ളൂ, അത് ഓരോ എന്നുള്ള വലിയ ഭയത്തിലാണ്. എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ ധാരാളം ആനയും കടുവയും ഉൾപ്പെടെയുള്ള വന്യജീവികൾ നാട്ടിലിറങ്ങി വളർത്തുമൃഗങ്ങൾ മാത്രമല്ല ആളുകളെ വരെ ആക്രമിക്കുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ വനവകുപ്പും സർക്കാരും നല്ലപോലെ ഇടപെട്ടുകൊണ്ടിരുന്നാലും അതെല്ലാം മറികടന്നും വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശാസ്ത്രീയമായ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും പറയുന്നത് കാട്ടിലെ കഴിക്കാനില്ല, ഭക്ഷണമില്ല എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായോ എനിക്ക് അതിൻ്റെ ഒരു പറയാൻ കഴിയില്ല. അവർ എണ്ണം വർദ്ധിക്കുന്നുണ്ടായി. കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെൻറ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഈ 10 വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യത്ത് വന്യജീവികളുടെ എണ്ണത്തിൽ വർധനവ് വന്നതായിട്ടും ആ എണ്ണം ഓരോന്നും ആന എത്രത്തോളം വർധനവ് ഉണ്ടായിട്ടുണ്ട്, കടുവയും അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങളുടെ എല്ലാം ഒരു എണ്ണം കണക്കാക്കി 10 വർഷത്തിന് വന്ന വർധനവ് സംബന്ധിച്ച് പുറത്തുവിടേണ്ടായ കണക്ക്. ആ കണക്കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൽ കർഷകരെ വലിയ തലവേദന ഉണ്ടാക്കുന്ന കാട്ടുപന്നി ഉൾപ്പെടെ, കാട്ടുപന്നി പറയാൻ പറ്റുമോ അതിനെ? അല്ലേ, പന്നിന്ന് പറയും, പക്ഷെ കാട്ടുപന്നി രൂപം വരെയാണല്ലോ. അപ്പോൾ അതുൾപ്പെടെ വലിയ തോതിൽ പെരുകിയിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം, കേന്ദ്ര നിയമം അനുസരിച്ച്, വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് ഇവരെ നമുക്ക് ഉപദ്രവിക്കാൻ പാടില്ല എന്നൊരു നിയമം വളരെ കർശനമായി നമ്മുടെ രാജ്യത്തുള്ളത് കൊണ്ട് കർഷകർ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് തടയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയാലും അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലയെടുത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജിൽ P. വേണുഗോപാൽ, വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P. വിനോദ്, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BK തങ്കപ്പൻ, തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ K. മനോജ് എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ R. ആനന്ദ് മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ P. സാബിറ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നസീബ MA, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ ശശികല സുബ്രഹ്മണ്യൻ, ബെഥനി സെന്റ് ജോൺസ് EHSS കുന്നംകുളം പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OAC, ബയോ നാച്ചുറൽ ക്ലബ് പ്രസിഡന്റ് KM അബ്ദുൾ സലാം, അസുരൻകുണ്ട് വനസംരക്ഷണ സമിതി പ്രസിഡന്റ് TK രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂൾ വിദ്യാർത്ഥിനികളുടെ വനയാത്രയ്ക്ക് നേതൃത്വം നൽകുകയും കാടറിവുകൾ പകർന്നു നൽകുകയും ചെയ്തു. വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ PR സതീഷ് കുമാർ, നോബിൻ ജോസ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ KK മഹേഷ് കുമാർ, മുഹമ്മദ് ഷെരീഫ് AP, രേഷ്മ RS, അനുമോൾ MS, വിഷ്ണു VR എന്നിവർ പങ്കെടുത്തു. VCV ന്യൂസ്, മുള്ളൂർക്കര. You are watching VCV News.